എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 5ാമത്തെ യൂണിറ്റിന്റെ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അമോണിയയെക്കുറിച്ച്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ്, ഉഭയദിശാ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യമേ തന്നെ ആദ്യത്തെ പാർട്ടിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണമാണ് നമുക്ക് പുസ്തകത്തിലുള്ളത്. ഈ പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ ഉഭയദിശാ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നത്. ഈ പരീക്ഷണത്തിൽ നമ്മൾ ചെയ്യുന്നത്, ഒരു ബോയിലിംഗ് ട്യൂബില് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബില് അല്പം അമോണിയം ക്ലോറൈഡ് എടുത്ത് നമ്മൾ ചൂടാക്കുന്നു. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് NH4Cl ആണ് രാസസൂത്രം. ഈ അമോണിയം ക്ലോറൈഡിനെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അവിടെ ഒരു വാതകം പുറത്തേക്ക് വരും. ഒരു വാതകം പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇത് ഏത് വാതകമാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അമോണിയം ക്ലോറൈഡിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തെയാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മളൊരു ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചാൽ ആ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയാകുന്നു. അപ്പൊ നമുക്കറിയാം NH4Cl എന്ന് പറഞ്ഞാൽ അത് വിഘടിക്കും. NH4Cl നമ്മൾ ബോയിലിംഗ് ട്യൂബിലെടുത്ത് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് രണ്ട് വാതകങ്ങളായിട്ടാണ് മാറുന്നത്. ഒന്ന് അമോണിയയും അടുത്തത് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇതിൽ ഒരെണ്ണത്തിന് ബേസിക് സ്വഭാവവും ഒരെണ്ണത്തിന് ആസിഡ് സ്വഭാവവുമാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചു അമോണിയയ്ക്ക് ബേസിക് സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡിന് ബേസിക് സ്വഭാവം ആയിരിക്കും. അപ്പൊ നമ്മൾ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ ഈ ചുവന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയായെങ്കിൽ ആദ്യം പുറത്തു വന്ന വാതകം ഏതായിരിക്കും? അമോണിയ വാതകം ആയിരിക്കും. ആദ്യം പുറത്തു വന്ന വാതകം അമോണിയ വാതകം ആയിരിക്കും. ഇനി ഈ ലിറ്റ്മസ് പേപ്പർ, ഈ ചുവന്ന നിറം നീല നിറമായി മാറിയ ഈ ലിറ്റ്മസ് പേപ്പർ നിലവിൽ നീല നിറത്തിലാണ് അതിരിക്കുന്നത്. ഈ ലിറ്റ്മസ് പേപ്പർ കുറെ സമയം കൂടി നമ്മൾ ആ വായുഭാഗത്ത് പിടിക്കുകയാണെങ്കിൽ ഈ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം വീണ്ടും ഏത് നിറമായിട്ട് മാറും? ചുവപ്പായിട്ട് മാറും. എന്തായിരിക്കും അതിന് കാരണം? ആദ്യം അമോണിയ വാതകം പുറത്തേക്ക് വന്നു. ഈ അമോണിയം വാതകത്തിന്റെ പുറകെ ഹൈഡ്രജൻ ക്ലോറൈഡ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അമോണിയ വാതകം പൂർണ്ണമായും പുറത്തു പോയി കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് വരുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ക്ലോറൈഡിന് ആസിഡ് സ്വഭാവമാണെന്ന്. ആസിഡ് സ്വഭാവമാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ? നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കിയാൽ അത് ആസിഡ് ഗുണമായിരിക്കും. അപ്പോൾ ഇവിടെ നീല നിറം ചുവപ്പായെങ്കിൽ അവിടെ ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പുറത്തേക്ക് വന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം ആയിരിക്കും. നോക്കുക, ഇവിടെ എന്താണ് കാരണം എന്നിവിടെ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ സാന്ദ്രത കുറഞ്ഞ അമോണിയ ആദ്യം പുറത്തു വരുന്നു. അമോണിയയ്ക്ക് സാന്ദ്രത കുറവാണ്, അതുകൊണ്ടാണ് അത് തലകീഴായി ശേഖരിക്കുന്നത്. ഈ സാന്ദ്രത കുറഞ്ഞ അമോണിയ ആദ്യം പുറത്തു വരുന്നു. തുടർന്ന് സാന്ദ്രത കൂടിയ ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകവും പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ആദ്യം നീലയും പിന്നീട് ചുവപ്പുമായത്. പഠിച്ചു വയ്ക്കണേ. അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ ഇത് വിഘടിക്കുമ്പോൾ സാന്ദ്രത കുറഞ്ഞ അമോണിയ ആദ്യം പുറത്തേക്ക് വരുന്നു. അതിനുശേഷം സാന്ദ്രത കൂടിയ ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് അമോണിയ ആ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയാക്കി മാറ്റി പിറകെ വന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പാക്കി മാറ്റുന്നു. ഇതാണ് അതിന് കാരണം. ഇനി നോക്കുക, ഈ പരീക്ഷണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ ഒരു വെളുത്ത പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന് കാരണം ഈ പുറത്തേക്ക് വരുന്ന അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് വീണ്ടും എന്തായിട്ട് മാറുന്നു? അമോണിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്നതാണ് ഈ വെളുത്ത പൊടി. മനസ്സിലായോ? ആദ്യമേ നമ്മൾ അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കിയപ്പോൾ അത് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് വിഘടിച്ചു. ഇവ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് വീണ്ടും എന്തായിട്ട് മാറുന്നു? അമോണിയം ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. ഈ അമോണിയം ക്ലോറൈഡ് ആണ് ഈ ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെളുത്ത പൊടി. ഇപ്പൊ നോക്കിയേ, ചൂടാക്കുമ്പോൾ അമോണിയം ക്ലോറൈഡ് വിഘടിക്കുന്നതിന്റെയും വിഘടിച്ച ഉൽപ്പന്നങ്ങൾ സംയോജിക്കുന്നതിന്റെയും സമവാക്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് NH4Cl. അത് വിഘടിക്കുന്നു, രണ്ടായിട്ട് വിഘടിക്കുന്നു. NH3 എന്ന് പറയുന്ന അമോണിയയും പ്ലസ് പിന്നെ മിച്ചമുള്ള Hഉം Clഉം കൂടെ ചേർന്ന് HCl. കുറെ സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് രണ്ടും വീണ്ടും ഒരുമിച്ച് ചേരും.
NH3 plus HCl gives NH4Cl. അപ്പൊ ഈ രണ്ട് സമവാക്യങ്ങളും നമ്മൾ ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ് ഇത്. കണ്ടോ, ആദ്യത്തേത് മാത്രം എഴുതുന്നു, ആരോ മാർക്ക് മാത്രം മാറ്റുന്നു. NH4Cl gives NH3 plus HCl. കണ്ടോ, ഈ ചിഹ്നം ഇരു ദിശകളിലേക്കും രാസപ്രവർത്തനം നടക്കുന്നു എന്നതിനെ കാണിക്കുന്ന ചിഹ്നമാണ് ഇത്. ഈ ചിഹ്നം ആരോ മാർക്ക് പകുതി വെച്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വിടുന്നത് ഇരു ദിശകളിലേക്കും രാസപ്രവർത്തനം നടക്കാം. അതായത് ഈ അഭികാരകങ്ങള് ഉൽപ്പന്നങ്ങളായി മാറാം, ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരകമായി മാറാം. അപ്പൊ ഇവിടെ ബ്രാക്കറ്റില് SG എന്നിട്ടിരിക്കുന്നത് ഈ ഓരോന്നിന്റെയും അവസ്ഥയാണ്. ഏതവസ്ഥയിലാണ്? എസ് എന്ന് പറഞ്ഞാൽ സോളിഡ്, ഖരാവസ്ഥയിലാണ് അമോണിയം ക്ലോറൈഡ്. വെളുത്ത പൊടി നമ്മൾ പറഞ്ഞു ഖരാവസ്ഥയാണ്. NH3 എന്ന് പറയുന്നതിന്റെ ബ്രാക്കറ്റ് G ആണ്. G എന്ന് പറഞ്ഞാൽ ഗ്യാസ്, വാതകാവസ്ഥയിലാണ്. HCl ബ്രാക്കറ്റ് G ആണ്. G എന്ന് പറഞ്ഞാൽ വാതകാവസ്ഥയിലാണ്. അപ്പൊ ചിഹ്നം ഇരു ദിശകളിലേക്കും സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇരു ദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അഭികാരകം ഉൽപ്പന്നമായി മാറുന്നതിനോടൊപ്പം തന്നെ ഉൽപ്പന്നം തിരിച്ച് അഭികാരകമായി മാറും. അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഉഭയജീവി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ജീവികളാണ് ഉഭയജീവികൾ. അതുപോലെ തന്നെ ഇരു ദിശകളിലേക്കും നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ ഉഭയദിശാ പ്രവർത്തനങ്ങളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പുരോപ്രവർത്തനമെന്നും അടുത്തത് പശ്ചാത് പ്രവർത്തനമെന്നും. പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഭികാരകങ്ങള് ഉൽപ്പന്നമായി മാറുന്ന പ്രവർത്തനം. സാധാരണ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആദ്യം കിടക്കുന്നത് രണ്ടെണ്ണം ഒരുമിച്ച് ചേർന്ന് അരമാർക്ക് കഴിഞ്ഞുണ്ടാകുന്ന ഉൽപ്പന്നമായി മാറുന്നു. ഇനി ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരകമായി മാറുന്നതാണ് പശ്ചാത് പ്രവർത്തനം. അഭികാരകം ഉൽപ്പന്നമായി മാറിയാൽ പുരോപ്രവർത്തനം, ഉൽപ്പന്നം അഭികാരകമായി മാറിയാൽ പശ്ചാത് പ്രവർത്തനം. അപ്പൊ ഇവിടെ നോക്കുക, ആരോ മാർക്കിന് മുൻപ് കിടക്കുന്നതുങ്ങളെയാണ് നമ്മൾ അഭികാരകം എന്ന് പറയുന്നത്. ആരോ മാർക്ക് കഴിഞ്ഞുള്ളവയെ നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്നും വിളിക്കുന്നു. ഇനി ഇവിടെ 3 സമവാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനകത്തെ പുരോപ്രവർത്തനം പശ്ചാത് പ്രവർത്തനവും തിരിച്ചറിയാൻ. അപ്പോൾ ഒരു സമവാക്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് അതേപടി എടുത്തെഴുതുന്നു. നടുക്കുള്ള ആരോ മാർക്ക് മാത്രം ഫുൾ ആയിട്ടുള്ള ആരോ മാർക്ക് ഇട്ടാൽ അത് പുരോപ്രവർത്തനം. ഈ സമവാക്യങ്ങൾ അതേപടി എഴുതിയിട്ട് ആരോ മാർക്ക് മാത്രം മാറ്റി 2 ആരോ മാർക്ക് മാറ്റി 1 ആരോ മാർക്ക് ആക്കിയാൽ അതാണ് പുരോപ്രവർത്തനം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയാണ്. N2 plus 3H2 gives 2NH3. ആരോ മാർക്ക് മാത്രമേ മാറിയിട്ടുള്ള ആദ്യത്തേതിന്. രണ്ടാമത്തേത് 2SO2 plus O2 gives 2SO3. 2SO2 plus O2 gives 2SO3. ആരോ മാർക്ക് മാത്രം മാറി. H2 plus I2 gives 2HI. H2 plus I2 gives 2HI. ആരോ മാർക്ക് മാത്രം മാറി. ഇതാണ് പുരോപ്രവർത്തനം. ഇനി പശ്ചാത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ആരോ മാർക്ക്, പിന്നെ ഇത്. അതായത് ഉൽപ്പന്നം ആദ്യം, അത് കഴിഞ്ഞ് ആരോ മാർക്ക് ഇടുന്നു, പിന്നെ അഭികാരകം. ഉൽപ്പന്നം അഭികാരകമായി മാറുന്നതാണ് പശ്ചാത് പ്രവർത്തനം. 2NH3 gives N2 plus 3H2. കണ്ടോ, നേരെ തിരിച്ച്. 2SO3 gives 2SO2 plus O2. നേരെ തിരിച്ച്. 2HI gives H2 plus I2. കണ്ടോ, ഇതാണ് പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും. ഇനി നോക്കുക, പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും ഉൾപ്പെടുന്ന ഗ്രാഫ്. രാസപ്രവർത്തന നിരക്ക് നമ്മൾ ഒരു ആക്സിസിൽ എടുത്തിരിക്കുന്നു, ഒരു ആക്സിസിൽ നമ്മൾ സമയം എടുത്തിരിക്കുന്നു. അപ്പൊ രാസപ്രവർത്തനത്തിന്റെ നിരക്ക് നമുക്കറിയാം മുകളിലേക്ക് വരുമ്പോൾ കൂടിയാ പോകുന്നത്. അപ്പൊ ഏത് രാസപ്രവർത്തനത്തിലാണ് നിരക്ക് കൂടി വരുന്നത്? പുരോപ്രവർത്തനത്തിലാണ് പശ്ചാത് പ്രവർത്തനത്തിലാണ് നിരക്ക് കൂടി വരുന്നത്? പശ്ചാത് പ്രവർത്തനത്തിന്റെയാണ് നിരക്ക് കൂടി വരുന്നത്. പുരോപ്രവർത്തനത്തിന്റെ നിരക്ക് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടുന്ന് പശ്ചാത് പ്രവർത്തനം കൂടി വരുന്നു, മോളിൽ നിന്ന് പുരോപ്രവർത്തനം കുറഞ്ഞു വരുന്നു. ഇത് രണ്ടും ഒരു പോയിന്റിൽ സംഗമിച്ചേക്കുക. അപ്പൊ ഇവിടെ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ 3 പോയിന്റുകളുടെ പ്രത്യേകതയാണ് നമ്മൾ എഴുതേണ്ടത്. എ എന്ന് പറയുന്ന പോയിന്റ് ഈ കറുത്ത ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും ഒരുമിച്ച് നടക്കുകയാണ്. ഈ എ എന്ന പോയിന്റ് തൊട്ട് ഇങ്ങോട്ട് പുരോപ്രവർത്തനവും നടക്കുന്നുണ്ട്, പശ്ചാത് പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഒരേ അളവിലാണ്, അളവ് മാറുന്നില്ല. കണ്ടോ, നിരക്ക് മാറുന്നില്ല. ഒരേ നിരക്കില് പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും നടക്കുന്നു. ബി എന്ന പോയിന്റിൽ ഏത് മാത്രമേ നടക്കുന്നുള്ളൂ? പുരോപ്രവർത്തനം മാത്രം, അതായത് അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറുക മാത്രം ചെയ്യുന്നു ബി എന്ന പോയിന്റില്. സി എന്ന പോയിന്റിലോ ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്നു, അതാണ് സി എന്ന പോയിന്റ്.
അപ്പൊ നോക്കിക്കേ, ഇതുപോലെ പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത്പ്രവർത്തനത്തിന്റെയും നിരക്ക് തുല്യമായി വരുന്ന ആ ഒരു ഘട്ടം, അതിനെ നമ്മൾ രാസസംതുലനം എന്ന് പറയുന്നു. അപ്പൊ എ എന്ന പോയിന്റ് തൊട്ട് ഇങ്ങോട്ട് രാസസംതുലനമാണ്, സന്തുലനാവസ്ഥയിലാണ്, ഒരുപോലെ നടക്കുന്നു. ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത്പ്രവർത്തനത്തിന്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ രാസസംതുലനം എന്ന് പറയുന്നു. ഇനി ഈ സന്തുലനാവസ്ഥയ്ക്ക് 4 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത്, സന്തുലനാവസ്ഥയിൽ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു. സഹവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപോലെ പ്രവർത്തിക്കുക. അഭികാരക ഉൽപ്പന്നമായി മാറുന്നു, അപ്പൊ തന്നെ ഉൽപ്പന്നം തിരിച്ച് അഭികാരകമാകുന്നു. അഭികാരകം വീണ്ടും ഉൽപ്പന്നമാകുന്നു, അപ്പൊ തന്നെ ഉൽപ്പന്നം തിരിച്ച് അഭികാരകമാകുന്നു. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരും നിശ്ചലമാകുന്നില്ല. അടുത്തത്, സന്തുലനാവസ്ഥയിൽ പുരോ പശ്ചാത് പ്രവർത്തന നിരക്കുകൾ തുല്യമായിരിക്കും. നിരക്ക് മാറിയോ? ഗ്രാഫിനകത്ത് നിരക്ക് മാറിയായിരുന്നോ? ഒരേ അളവിൽ തന്നെയാണ് ഗ്രാഫ് പോകുന്നത്, നേരെയാണ് പോകുന്നത്. അപ്പൊ നിരക്ക് തുല്യമായിരിക്കും. മൂന്നാമത്തേത്, രാസസംതുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണ്. തന്മാത്രകൾ ചലിച്ചുകൊണ്ടായിരിക്കുന്നത്. അഭികാരക തന്മാത്രകളും ഉൽപ്പന്ന തന്മാത്രകളും രാസപ്രവർത്തനം നടക്കാൻ വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഫുൾ ടൈം ഇത് ഗതികമാണ്, മോഷനിലാണ്. സംവൃത വ്യൂഹങ്ങളിലാണ് രാസസംതുലനം കൈവരുന്നത്. സംവൃത വ്യൂഹം എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യമേ എന്തുമാത്രം അഭികാരകങ്ങളാണോ എടുത്തത്, ആ രാസപ്രവർത്തനം തീരുന്നിടം വരെ അത്രയും അഭികാരകങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിലേക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാനോ അതിൽ നിന്ന് എടുത്തു മാറ്റാനോ പാടില്ല. അപ്പോൾ മാത്രമേ രാസസംതുലനം കൈവരുകയുള്ളൂ. രാസസംതുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണെന്ന് പറയാൻ കാരണമെന്ത്? ഗതികമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കാരണം, സന്തുലനാവസ്ഥയിൽ പുരോ പശ്ചാത് പ്രവർത്തനങ്ങൾ ഒരേ സമയം ഒരേ വേഗത്തിൽ നടക്കുന്നത് കൊണ്ടാണ് രാസസംതുലനം തന്മാത്രാ തലത്തിൽ ഗതികമാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ലേ ഷാറ്റ്ലിയർ എന്ന ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയ ഒരു തത്വമാണ് ലേ ഷാറ്റ്ലിയർ തത്വം. ഈ തത്വം നിങ്ങൾ കാണാതെ പഠിക്കണം. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത, മർദ്ദം, താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിലെത്തുന്നു. ഇതാണ് ലേ ഷാറ്റ്ലിയർ തത്വം. അപ്പൊ ഗാഢതയോ മർദ്ദമോ താപനിലയോ ഇതിലേതെങ്കിലും ഒന്ന് മാറിയാൽ വ്യൂഹം ഈ മാറ്റം ഇല്ലാതാക്കി പുതിയ ഒരു ക്രമീകരണം നടത്തുന്നു. ഇതാണ് ലേ ഷാറ്റ്ലിയർ തത്വം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉഭയദിശാ പ്രവർത്തനങ്ങളെ കുറിച്ചും ലേ ഷാറ്റ്ലിയർ തത്വം, ഈ ഉഭയദിശാ പ്രവർത്തനത്തിന്റെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗാഢത, മർദ്ദം, താപനില. ഈ ഘടകങ്ങൾ എങ്ങനെയാണ് ഉഭയദിശാ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്, അതാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ പഠിക്കാനുള്ളത്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.